മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം വഞ്ചിയൂർ കോടതിയാണ് നിർദ്ദേശം നൽകിയത്. ആര്യ രാജേന്ദ്രന് പുറമെ ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎ കണ്ടാലറിയാവുന്ന മറ്റ് 3 പേർക്കെതിരെയും കേസെടുക്കാൻ നിർദ്ദേശം. അഭിഭാഷകനായ ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, കന്റോൺമെന്റ് പോലീസിനോടാണ് കേസെടുക്കാൻ വഞ്ചിയൂർ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോടതി ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? മേയർ കെഎസ്ആർടിസി ഡ്രൈവർ വിഷയത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വഞ്ചിയൂർ കോടതിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. കന്റോൺമെന്റ് പോലീസിനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആര്യ രാജേന്ദ്രന് പുറമെ ഭർത്താവായ സച്ചിൻ ദേവ് എംഎൽഎ ഒപ്പം കണ്ടാലറിയാവുന്ന മറ്റ് 3 പേർക്കെതിരെയും കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. അഭിഭാഷകനായ ബൈജു നോയൽ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർണായകമായ ഇടപെടലുണ്ടായിരിക്കുന്നത്. ശാലിനി ചേരുകയാണ്. ശാലിനി, കന്റോൺമെന്റ് പോലീസിനാണ് വഞ്ചിയൂർ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. തീയതിയാണ് തിരുവനന്തപുരം പാളയത്ത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവായിട്ടുള്ള എംഎൽഎ സച്ചിൻ ദേവും കുടുംബാംഗങ്ങളും സഞ്ചരിച്ച വാഹനം കെഎസ്ആർടിസി വാഹനത്തെ തടയുകയും പിന്നീട് വാക്കുതർക്കങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടാകുന്നത്. ഈ സംഭവത്തിൽ ആദ്യം മുതൽ തന്നെ കെഎസ്ആർടിസി വാഹനം ഓടിച്ച യദു മേയർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വാഹനം പൊതുഗതാഗതം തടഞ്ഞുകൊണ്ടുള്ള നടപടികളാണ് മേയർ സ്വീകരിച്ചത്. തന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള തെറ്റും സംഭവിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു യദു വ്യക്തമാക്കിയിരുന്നത്. മാധ്യമങ്ങൾക്ക് മുൻപിലും യദുവിന്റെ വിശദീകരണം അത്തരത്തിൽ തന്നെയായിരുന്നു. പക്ഷേ സംഭവത്തിൽ കമ്മീഷണർ ഉൾപ്പെടെ യദു പരാതി നൽകിയിട്ടും കൃത്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കാനോ നടപടികൾ വേഗത്തിലാക്കാനോ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മേയർക്കെതിരെ നിർണായകമായ നടപടി തിരുവനന്തപുരം വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3 സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. മാതൃകാപരമായി ഇടപെടേണ്ട ജനപ്രതിനിധികൾ പക്ഷേ അങ്ങനെയല്ല, ഒരു തെറ്റായ സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഹർജിയുമായി അഭിഭാഷകൻ പോകേണ്ടി വന്നത്. ഈ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് വഞ്ചിയൂർ കോടതിയുടെ നിർണായകമായ ഇടപെടലും ഉണ്ടായിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസ് ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്, അല്ലേ? സുരേഷ്, തീർച്ചയായും അത് തന്നെയാണ്. കാരണം അഭിഭാഷകൻ ബൈജു നോയൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമത്തിന് മുന്നിൽ ജനപ്രതിനിധിയും ഒപ്പം തന്നെ സാധാരണ ജനങ്ങളും തുല്യരാണ്. ആ തുല്യത മറന്നുകൊണ്ടാണ് ഈ 2 ജനപ്രതിനിധികളും അവർക്ക് ഒപ്പം ഉണ്ടായിരുന്ന 3 പേരും പ്രവർത്തിച്ചത് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം കന്റോൺമെന്റ് പോലീസിലും ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും ഉൾപ്പെടെ പരാതി നൽകിയത്. ആ പരാതിയിൽ ഒരു കൃത്യമായ നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് വഞ്ചിയൂർ കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത്, ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവധി ആയതിനാൽ ശേഷം ഇന്നാണ് ആ ഹർജി കോടതി പരിഗണിക്കുകയും നിർണായകമായ നിരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. 5 വകുപ്പുകളാണ് പ്രധാനമായും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും സച്ചിൻ ദേവ് എംഎൽഎക്കെതിരെയും കണ്ടാലറിയാവുന്ന 3 പേർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ഉടൻ തന്നെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 5 മണിയോടുകൂടി അത് എത്തുമെന്നുള്ളതായിരുന്നു. എന്തായാലും 5:05 ആ ഫയൽ എത്തും. ആ ഫയൽ എത്തിയതിനു ശേഷം കന്റോൺമെന്റ് പോലീസ് സ്വീകരിക്കാൻ പോകുന്ന നടപടിയാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. കാരണം ഇത്രയധികം സംഭവം നടന്നിട്ടും ഈ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഈ ഒരു സംഭവം വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ തേടിയിട്ടും ഇതുമായി ബന്ധപ്പെട്ടൊരു സ്വമേധയാ കേസെടുക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്താനോ ഒരു കൃത്യമായ ഇടപെടൽ പോലീസ് നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് യദു നൽകിയ പരാതിയിലും അന്വേഷണം മെല്ലെപ്പോക്ക് തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ മേയർക്കും ഒപ്പം തന്നെ എംഎൽഎക്കും എതിരെ ഏത് തരത്തിലുള്ള നടപടി കന്റോൺമെന്റ് പോലീസ് സ്വീകരിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നിരവധി വീഡിയോ രേഖകൾ അടക്കം പുറത്തു വന്നൊരു സാഹചര്യമുണ്ട്. മേയർക്ക് എതിരായി നിൽക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ അല്ലെങ്കിൽ അതൊന്നും നോക്കാതെ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ കന്റോൺമെന്റ് പോലീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. എന്തായാലും സംഭവത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ വഞ്ചിയൂർ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിലേത് നടപടി ഇനി കന്റോൺമെന്റ് പോലീസ് സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരം ഉൾപ്പെടെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള കേസ് എടുക്കുന്നത്.
എടുക്കണം എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ബൈജു നോയൽ നൽകിയിട്ടുള്ള ആ ഹർജിയിൽ നിർണായകമായ നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പൊതുശല്യം സൃഷ്ടിക്കുക, ഒപ്പം തന്നെ പൊതുഗതാഗതത്തെ അകാരണമായി പൊതുനിരത്തിൽ തടയുക, ഒപ്പം കൂട്ടം ചേരുക, സംഘം ചേർന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണിപ്പോൾ മേയർക്കും സച്ചിൻ ദേവ് MLA-ക്കും എതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സുരേഷ്, അത് നിർണായകമായ ഇടപെടൽ തന്നെയാണ് വഞ്ചൂർ കോടതിയുടെ ഭാഗത്തിനും ഉണ്ടായിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസ് ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.